ആഘോഷത്തിന് അതിരുണ്ടോ? രണ്ടാം പിണറായി സർക്കാർ 5 വർഷത്തിനിടെ PRD മുഖാന്തിരം പരസ്യ പ്രചരണങ്ങൾക്കായി ചെലവഴിച്ചത് കോടികൾ. 2021 മുതൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ 203 കോടി രൂപയാണ് സർക്കാരിന്റെ മുഖം മിനുക്കാനായി പൊതുഖജനാവിൽ നിന്നെടുത്തത്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായപ്പോഴും ധൂർത്തിന് ഒട്ടും കുറവ് വരുത്തിയില്ലെന്നും കണക്കുകളിൽ നിന്നും വ്യക്തം. ജനം ബിഗ് ബ്രേക്ക് വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, ഈ ധൂർത്തിന്റെ കാര്യത്തിൽ പിണറായി വിജയൻ ഇടതുമുന്നണി സർക്കാർ ഒട്ടും പിന്നിലല്ല എന്ന് നേരത്തെ തന്നെ തെളിയിച്ചതാണ്. PRD എന്ന് പറയുന്നത് ഔദ്യോഗിക സംവിധാനമാണ്. സർക്കാരിൻ്റെ പരിപാടികൾ ആദ്യം ജനങ്ങളെ അറിയിക്കുന്നത് PRD ആണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് പിണറായി വിജയൻ്റെ സാമൂഹ്യ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യാനായി ഏകദേശം 100 പേരെ അണിനിരത്തിയിട്ടുണ്ട്. അവർക്കെല്ലാം വലിയ ശമ്പളമാണ് നൽകിയത്. നോക്കൂ, ഇപ്പോൾ കണക്കുകൾ പുറത്തു വരുന്നു. ഏകദേശം 203 കോടി രൂപയാണ് ചെലവഴിച്ചത് മുഖം മിനുക്കാനായി. പക്ഷേ എങ്കിലും അതിൻ്റെ നേട്ടമൊന്നും പിണറായി വിജയന് കൊയ്യാൻ ആയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ എങ്കിലും സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോയപ്പോഴും ഈ കോടികൾ ദൂർത്തടിച്ചു എന്ന് പറയുന്നത് അക്ഷന്തവ്യമായിട്ടുള്ള ഒരു അപരാധം തന്നെയല്ലേ പ്രശാന്ത് ശങ്കരമംഗലത്ത്? അനിൽ നമ്പ്യാർ, 2021 മുതൽ 2026 മാർച്ച് വരെയുള്ളൊരു കാലഘട്ടം, ആ 5 വർഷ കാലഘട്ടത്തിലെ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നത്. അവിടെയാണ് ഇത്തരത്തിൽ 203 കോടി രൂപ പരസ്യങ്ങൾക്ക് വേണ്ടി മാത്രം സർക്കാരിൻ്റെ മുഖംമിനുക്കൽ നടപടിയുടെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള പരസ്യങ്ങൾക്ക് വേണ്ടി മാത്രം സർക്കാർ ചെലവിട്ടു എന്നത് ഞെട്ടിപ്പിക്കുന്നത്. PRD വഴി ചെലവഴിച്ച തുകയാണ് ഇതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു ഞെട്ടിപ്പിക്കുന്ന വിവരം കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പല ഘട്ടത്തിൽ ഇതിനു മുമ്പും ഇത്തരത്തിൽ സർക്കാർ പിണറായി വിജയൻ്റെ PR വർക്കുകൾ നമ്മൾ പല ഘട്ടങ്ങളിൽ വാർത്തയാക്കിയതാണ്. സമാനമായ രീതിയിൽ തന്നെയാണ് അതിൻ്റെ ഒരു വലിയ മുഴുവൻ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 2021 മുതൽ 26 വരെയുള്ള 5 വർഷക്കാലം, ആ 5 വർഷക്കാലം മുഖം മിനുക്കൽ അടക്കമുള്ള നടപടികൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കോടികൾ വാരിക്കോരി ചെലവഴിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ 180 കോടിക്ക് മുകളിലാണ് ഇത്തരത്തിൽ പൊതു ഖജനാവിൽ നിന്ന് മാത്രം എടുത്തുകൊണ്ട് സർക്കാർ ചെലവിലേക്ക് നടത്തിയത്. അതും 2022-23 കാലയളവിൽ 7 കോടി 12 ലക്ഷം രൂപയും 2021 18 കോടിയും ഇത്തരത്തിൽ പരസ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു. നമുക്കറിയാം, ഈ ദൃശ്യമാധ്യമങ്ങൾ അതോടൊപ്പം തന്നെ സാമൂഹ്യ മാധ്യമങ്ങൾ അടക്കമുള്ളവയാണ് അടക്കമുള്ളവയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ചെലവഴിച്ചത്. ഒരു കാര്യമെന്ന് പറയുന്നത്, നേരത്തെ ഇത്തരത്തിൽ പല വാർത്തകളും, അതായത് സർക്കാരിൻ്റേതായിട്ടുള്ള പല വാർത്തകളും എല്ലാ പത്രങ്ങളിലും മുഴുവൻ പേജുകളിലും ഇത്തരത്തിൽ പരസ്യം നൽകിയിരുന്നു. മാത്രമല്ല, ചാനലുകൾക്ക് അടക്കം പരസ്യം നൽകിയിരുന്നു. സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം സജ്ജീകരണങ്ങൾ ഒരുക്കിയിരുന്നു. ഇത്തരത്തിൽ സർക്കാർ പരസ്യങ്ങളൊപ്പം മറ്റ് വകുപ്പുകളുടെ ഭാഗത്തു നിന്നും അവരവരുടേതായിട്ടുള്ള രീതിയിലും PR വർക്കുകൾ നടത്തിയിരുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അതായത് ടൂറിസം ആയാലും ശരി, IT വകുപ്പായാലും ശരി, അവർ പ്രത്യേകം ഇതോടൊപ്പം തന്നെ ഇത്തരത്തിൽ PR വർക്കുകൾ നടത്തുകയും അതുമായി ബന്ധപ്പെട്ടും കോടികൾ ചെലവഴിക്കുകയും ചെയ്തു. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത്, സംസ്ഥാനം ഒരു വലിയ സാമ്പത്തിക ബാധ്യതയിലൂടെ കടന്നുപോയൊരു സമയമാണ് ഈ കഴിഞ്ഞ കാലഘട്ടം എന്ന് പറയുന്നത്. പലപ്പോഴും പല കാര്യങ്ങളും, പല വർക്കുകളും നടക്കത്തിൻ്റെ കാര്യം പോലും ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞുകൊണ്ടാണ് അത് മുടങ്ങിപ്പോയത്. മാത്രമല്ല, ആശാ വർക്കർമാരായിക്കോട്ടെ, അംഗനവാടി വർക്കർമാരായിക്കോട്ടെ, അവിടെ ആരുടെയും അടിസ്ഥാന ശമ്പളം അടക്കം വർദ്ധിപ്പിക്കാത്തതിൻ്റെ ഒരു കാര്യം കൂടി ഈ പ്രതിസന്ധിയുടെ പേര് പറഞ്ഞാണ്. ജനങ്ങളോട് മുണ്ടുമുറുക്കി കൊടുക്കാനാണ് പിണറായി വിജയൻ നേരത്തെ പറഞ്ഞത്. പക്ഷേ ജനങ്ങളോട് മുണ്ടുമുറുക്കി കൊടുക്കാൻ പിണറായി വിജയൻ പറയുമ്പോഴും സ്വയം മുണ്ടുമുറുക്കി കൊടുത്തില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ PR വർക്കുകൾക്കായിട്ട് ഇത്തരം 203 കോടി രൂപ ഇത്തരത്തിൽ ചെലവഴിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അതിൻ്റെ ഗുണമൊന്നും പിണറായി വിജയനും വിജയന്റെ സർക്കാരിനും ലഭിച്ചില്ല എന്നാണ്. 2021 മുതൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ 203 കോടി രൂപയാണ് സർക്കാരിന്റെ മുഖം മിനുക്കാനായി പൊതു ഖജനാവിൽ നിന്നെടുത്തത്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായപ്പോഴും ധൂർത്തിന് ഒട്ടും കുറവ് വരുത്തിയില്ല എന്നാണ് പ്രശാന്ത് ശങ്കരമംഗലത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്.